ഇപ്പോൾ മോർണിംഗ് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 5:30 ഒക്കെ ആവും. 5:30 വേഗപ്പ് ചെയ്ത് റെഡിയായി ജിമ്മിലൊരു 6-ന് പോകും. 6-ന് പോയി അവിടെ ക്ലയൻസിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് 8 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നിട്ട് വൈഫിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 1 hour റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പോയി വർക്കൗട്ട് ചെയ്യും. സോ വർക്കൗട്ടിന് മുന്നേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കും. എന്നിട്ട് വർക്കൗട്ടിന് മുന്നേ ആയിട്ട് ചൂടൊക്കെ ഇല്ലേ, അതുകൊണ്ട് ലൈമും കുറച്ച് സോൾട്ടും കൂടെ ഇട്ട് ഒരു ഇൻസ്റ്റൻറ്റ് എനർജിക്ക് വേണ്ടിയിട്ട് കഴിയും. അതിന് മുന്നേ ഏർലി മോർണിംഗിൽ ഒരു കോഫി, അത് മസ്റ്റാണ്. കോഫി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ കോഫി. ഇതാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ സ്റ്റാർട്ടിങ്. ഓക്കെ, വെൽക്കം ടു മൈ ചാനൽ. ഡേ 47 by 100 day ചലഞ്ച്. ഇതിൽ പ്രീ വർക്കൗട്ട് ശീലങ്ങളൊന്നുമില്ല. പ്രീ വർക്കൗട്ട് ശീലങ്ങളൊക്കെ കുറവാണ്. പ്രീ വർക്കൗട്ട് യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, 2 നാരങ്ങ. വലിയ നാരങ്ങയാണെങ്കിൽ ഇതിൻ്റെ പകുതി മതി. ഇത് ചെറുതായതാണ്, ഒരു ഫുൾ നാരങ്ങ എടുക്കും. കലക്കുക. രണ്ടാമത്തെ വട്ടമാണ് ജിമ്മിലോട്ട് പോകുന്നത്. ബാഗ് ഓവർലോഡിങ് ഒന്നുമല്ല, ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എടുത്ത് കൊണ്ടുപോകാൻ. വാട്ടർ, ഒരു ടവൽ, ദാറ്റ്സ് ഓൾ. ഹെഡ്സെറ്റ് കുറച്ച് ബെറ്റർ ആയിരിക്കും ഒരു ഹെഡ്സെറ്റ് ജിമ്മിൽ പോകണവർക്ക്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ചിലപ്പോൾ നമുക്ക് അവിടെ ഇടുന്ന പാട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ നമ്മുടെ മൂഡ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് ബെറ്റർ ആയിരിക്കും. ഞാൻ മാക്സിമം ഈ മോട്ടിവേഷൻസ് സ്പീച്ചൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കേൾക്കുന്നത് വർക്കൗട്ടിൻ്റെ ഇടയിൽ. ചിലർ പഴയ സോങ്സൊക്കെ കേൾക്കും, ചിലർ കുറച്ചും കൂടെ ബീറ്റുള്ള സോങ്സൊക്കെ കേൾക്കും. അത് ഓരോരുത്തരുടെ മൂഡനുസരിച്ച്. ഞാൻ മാക്സിമം ഈ സ്പീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണം, നല്ല മോട്ടിവേറ്റ് ആയിട്ടുള്ള. സോ അത് എനിക്ക് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, ഹെൽപ്ഫുള്ളാണ്. ഇതാണ് എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീൽ. എഗ്ഗ്, ബനാന, 3 ഓളക്സ്, പിന്നെ അതിൽ 2 വൈറ്റും ഉണ്ട്, പിന്നെ ബനാന. സോ ഇനി അങ്ങോട്ട് കുറച്ച് തിരക്കായിരിക്കും. തിരക്കാവുമ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈവനിങ് സെക്ഷനായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് റൊട്ടീൻ. ഇത് കഴിഞ്ഞ് ലഞ്ചുണ്ട്, ലഞ്ചെല്ലാം എടുത്ത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. ഓൾറെഡി വെച്ചിട്ടുണ്ട്. സോ അതിനെടുത്ത് മേക്ക് ചെയ്യുക. പിന്നെ സോ അതിനടുത്ത് ബോക്സിലാക്കുക. ലഞ്ചായാലും ഡിന്നറായാലും എല്ലാം എടുത്ത് ബോക്സിലാക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ സമയമാകുമ്പോൾ ആ ഫുഡ് കഴിക്കും. അത്രേ ഉള്ളൂ. ബൈ, നാളെ കാണാം. അയ്യോ, പറയാൻ മറന്നു, എൻ്റെ ക്രിയാറ്റിൻ.
വർക്കൗട്ട് കഴിഞ്ഞ് ക്രിയാറ്റിനും കഴിക്കും കേട്ടോ. ഒരു 3 to 4 ഗ്രാം.